Hello everyone, welcome back to another video. Today we are going to discuss auxiliary verbs. In the last class we discussed the lexical verbs. കഴിഞ്ഞ ക്ലാസ്സിൽ lexical verbും അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. And you know that auxiliary verbs and lexical verbs are the two different forms of verbs. Verb ഈ രണ്ടിലായിട്ടാണ് പറയുന്നത്, auxiliary verbും main verb അല്ലെങ്കിൽ lexical verb ആയിട്ടാണ്. Okay, so today we are going to discuss auxiliary verbs or helping verb. Auxiliary verbs are also called helping verbs. So auxiliary verbs or helping verbs. Auxiliary verb എന്താണ് auxiliary verbsന്റെ uses എന്നുള്ളത് നോക്കാം. Actually, auxiliary verb is used to help out the main verb in a sentence. Helping verb എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, it is used to help the main verb in a sentence. സെൻറ്റൻസിലെ മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യുന്ന വേർബ്സ് ആണ് ഓക്സിലറി വേർബ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇഫ് യു ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ, ഹീ ഈസ് ലിസ്ണിംഗ് ടു മ്യൂസിക്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഇവിടെ പറയാണ്, ഹീ ഈസ് ലിസ്ണിംഗ് ടു മ്യൂസിക് ആൻഡ് യു നോ ദാറ്റ് വിച്ച് ഈസ് ദി മെയിൻ വേർബ് ഹിയർ. ഇവിടെ മെയിൻ വേർബ് ആയിട്ടുള്ളത് ഏതാണ്? ലിസ്ണിംഗ് എന്നുള്ള, ലിസൺ എന്നുള്ള വേർഡാണ്. ഓക്കെ, ആ വേർബാണ്. ഓക്കെ, അതിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ലിസ്ണിംഗ്. ഓക്കെ, അതായത് കണ്ടിന്യൂസ് ടെൻസിലായതുകൊണ്ട് ലിസ്ണിംഗ് ING ഫോം വരും. യു നോ ദാറ്റ്. ആൻഡ് ഹിയർ ഈസ് ഇവിടെ വേർബിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള വേർഡാണ് ഈസ് എന്നുള്ളത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദി എക്സാമ്പിൾ ഓഫ് ഓക്സിലറി വേർബ് ഹിയർ. ഇവിടെ ഓക്സിലറി വേർബിൻ്റെ എക്സാമ്പിളാണ് ഈസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ലെക്സിക്കൽ വേർബിൽ ഈസ് വരുന്നുണ്ട്, അതായത് ഒരു സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഐ ആം എ ടീച്ചർ, ഹീ ഈസ് എ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഈസ് മെയിൻ വേർബായിട്ടാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ അവിടെ ലെക്സിക്കൽ വേർബാണ്. ബട്ട് ഹിയർ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദിസ് വേർബ്. ഇവിടെ ലിസൺ എന്നുള്ള വേർബിനെ കൊണ്ട് അറ്റാച്ച് ചെയ്തതുകൊണ്ട് ഹിയർ ഇറ്റ് പെർഫോംസ് ദി ഫങ്ഷൻ ഓഫ് ഓക്സിലറി വേർബ്. ഇവിടെ ഓക്സിലറി വേർബായിട്ടാണ് ഇത് വരുന്നത്. സോ ഇറ്റ് ഈസ് ദി ഹെൽപ്പിംഗ് വേർബ് ഹിയർ ഇൻ ദിസ് സെൻറ്റൻസ്. അവിടെ മെയിൻ വേർബായിട്ടുള്ള ലിസണിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏത്? ഈ ഈസ്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഓക്സിലറി വേർബ്. ഓക്കെ, ഏതൊക്കെയാണ് ഓക്സിലറി വേർബ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ auxiliary verbs are used to help out the main verb in a sentence. ഒരു സെൻറ്റൻസിലെ മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യാനാണ് ഓക്സിലറി വേർബ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഹെൽപ്പിംഗ് വേർബ്സ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ലുക്ക് അറ്റ് ഹൗ ഓക്സിലറി വേർബ്സ് ഹെൽപ്പ് ദി മെയിൻ വേർബ്. മെയിൻ വേർബിനെ ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. Auxiliary verbs are used with main verbs to express the tense, mood and voice. Helping verbs ആണെന്ന് പറഞ്ഞു. ഇവിടെ ഏതൊക്കെ രീതിയിലാണ്? ടു എക്സ്പ്രസ് ദി ടെൻസ് എക്സ്പ്രസ് ചെയ്യാനും അതുപോലെ മൂഡ് ആൻഡ് വോയിസ്. ഓക്കെ, സെൻറ്റൻസിൻ്റെ വേർബിൻ്റെ ടെൻസ് ഏതാണെന്നുള്ളത്, അതുപോലെ ഏത് മൂഡാണ് അല്ലെങ്കിൽ ഏത് വോയിസ് ആണെന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്യാൻ, അത് എക്സ്പ്രസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിലറി വേർബ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദി എക്സാമ്പിൾസ്. അതായത് ഷി ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക്. ഇവിടെ ഷി ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക് എന്ന് പറയുന്നത് ദാറ്റ് എക്സ്പ്രസസ് ദി ടെൻസ്. ഇവിടെ ഹാസ് ആണ് ഓക്സിലറി ആയിട്ടുള്ളത്. അവിടെ എന്താണ്? ഷി ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക്. പെർഫെക്റ്റ് ടെൻസ് എന്നുള്ള ടെൻസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഷി ഹാസ് ഫിനിഷ്ഡ് ദി വർക്ക്. അതായത് നമ്മൾ ടെൻസിൽ പഠിച്ചിട്ടുണ്ട്, ഷി ആയതുകൊണ്ടാണ് ഇവിടെ ഹാസ് വരുന്നത്. അല്ലെങ്കിൽ ദേ ആവുമ്പോൾ ഹാവ് ആവും. ഓക്കെ, ഐ ആവുമ്പോഴൊക്കെ ഹാവ് വരും. ഓക്കെ, ഷി ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക്. ഇവിടെ ടെൻസ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതായത് പല ടെൻസും, കണ്ടിന്യൂസ് ടെൻസും പെർഫെക്റ്റ് ടെൻസും ആണ് എസ്പെഷ്യലി ഈ ഓക്സിലറീസ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ്, നെക്സ്റ്റ് എക്സാമ്പിൾ, ഡു യു ലൈക്ക് ഐസ്ക്രീം? ഹിയർ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ദിസ് ഈസ് ദ ഓക്സിലറി. ഡു എന്നുള്ളതാണ് ഇവിടെ ഓക്സിലറി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ വേർബ് ലൈക്കാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ മെയിൻ വേർബ് എന്താണ്? ഫിനിഷ് എന്നുള്ളതാണ്, ഫിനിഷ്ഡ്. ഓക്കെ, അപ്പോൾ ഡു യു ലൈക്ക് ഐസ്ക്രീം. അപ്പോൾ ദിസ് എക്സ്പ്രസ്സസ് എ മൂഡ്, ഒരു മൂഡാണ്. അതായത് ഇൻട്രോഗേറ്റീവ് മൂഡ് എന്ന് പറയും, ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു മൂഡാണ്. അതുപോലെ ഇമ്പരറ്റീവ് മൂഡ്, അതായത് ഡോണ്ട് ഡു ദിസ് എന്ന് പറയുമ്പോൾ ഒരു കമാൻഡാണ്, ഓർഡറാണ്. ഓക്കെ, അതൊക്കെ എന്താണ്? ഇമ്പരറ്റീവ് മൂഡ്. അതുപോലുള്ള മൂഡ്സ് എക്സ്പ്രസ് ചെയ്യാനും ഓക്സിലറി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡു യു ലൈക്ക് ഐസ്ക്രീം. ഹിയർ ഇറ്റ് എക്സ്പ്രസ്സസ് ദി മൂഡ്, അതായത് ഇൻട്രോഗേറ്റീവ് മൂഡാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് യൂസിങ് ദി ഓക്സിലറി ഡു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, ദ സ്നേക്ക് വാസ് കിൽഡ്. ആക്ച്വലി ദ സ്നേക്ക് വാസ് കിൽഡ് എന്ന് പറയുന്ന ഇവിടെ ഓക്സിലറി എന്താണ്? വാസ് ആണ്. മെയിൻ വേർബ് കിൽഡ് എന്നുള്ളതാണ്. ഓക്കെ, ഹിയർ ഇറ്റ് എക്സ്പ്രസ്സസ് ദി വോയിസ്. ഇവിടെ ഒരു വോയിസ് ആണ്, അതായത്
ഈ സെൻറ്റൻസ് എന്ന് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ പറയുന്നുണ്ട്. ഓക്കെ, ആക്റ്റീവ് വോയിസിൻ്റെ പാസീവ് വോയിസിൽ ആ ഒരു ഒബ്ജക്റ്റിനാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അത് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഹി വാസ് കിൽഡ് അല്ലെങ്കിൽ ദ സ്നേക്ക് വാസ് കിൽഡ്. ഓക്കെ, ഐ സംബഡി കിൽഡ് ദ സ്നേക്ക്, അതിൻ്റെ പാസീവ് വോയിസ് ആണ് ദ സ്നേക്ക് വാസ് കിൽഡ്. ഓക്കെ, സോ ഹിയർ ഇറ്റ് എക്സ്പ്രസ്സസ് ദി വോയിസ്. ഇവിടെ ഒരു പാസീവ് വോയിസ് എന്നുള്ള ആ വോയിസ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ യൂസ്ഡ് ദി ഓക്സിലറി വോസ് എന്നുള്ള ഓക്സിലറിയാണ് അവിടെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്, മെയിൻ വേർബ് വരുന്നുണ്ട്. സോ ഓക്സിലറീസ് ആർ ഹെൽപ്പിംഗ് ദി മെയിൻ വേർബ്സ് ഹിയർ. ഈ മെയിൻ വേർബ്സിനെ ഇവിടെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓക്സിലറീസ് ആർ യൂസ്ഡ് വിത്ത് ദ മെയിൻ വേർബ്സ് ടു എക്സ്പ്രസ് ദി ടെൻസ്, മൂഡ് ആൻഡ് വോയിസസ്. ടെൻസ് അല്ലെങ്കിൽ മൂഡ് അല്ലെങ്കിൽ വോയിസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യുന്ന വേർബ്സ് ആണ് ഓക്സിലറി വേർബ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് അനദർ തിങ് ഈസ് ദാറ്റ് ഓൺ ദെയർ ഓൺ ഹെൽപ്പിംഗ് വേർബ്സ് ഡോണ്ട് ഷോ മീനിങ്. അതായത് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഹെൽപ്പിംഗ് വേർബ്സ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സ് മീനിങ് പ്രൊവൈഡ് ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് മീൻസ് വെൻ ഓൺലി ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദി മെയിൻ വേർബ് ഓർ ലെക്സിക്കൽ വേർബ് ഇറ്റ് ഗെറ്റ്സ് മീനിങ്. അതായത് മെയിൻ വേർബ് അല്ലെങ്കിൽ ലെക്സിക്കൽ വേർബിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്ന സമയത്ത് മാത്രമാണ് സെൻറ്റൻസ് മീനിങ് ഫുൾ ആകുന്നത്. ഓക്കെ, സോ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത്, അതായത് ഓൺ ദെയർ ഓൺ ഹെൽപ്പിംഗ് വേർബ്സ് ഡോണ്ട് ഷോ മീനിങ്, അത് മീനിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അത് മെയിൻ വേർബായിട്ട് വരണം. അതായത് ഹി ഈസ് എ ഡോക്ടർ എന്ന് പറയുന്ന സമയത്ത് ഈസ് അവിടെ മെയിൻ വേർബാണ്. ഓക്കെ, ഐ ആം എ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ആം അവിടെ മെയിൻ വേർബാണ്. അല്ലാതെ ഓക്സിലറിയുടെ കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് അതിന് മീനിങ് വരുന്നില്ല. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദിസ് പോയിന്റ്. ആൻഡ് അനദർ തിങ് ഇസ് ദാറ്റ് ദേ ക്യാൻ ഷോ എക്സ്പെക്റ്റേഷൻ, പ്രോബബിലിറ്റി, ഒബ്ലിഗേഷൻ ആൻഡ് പൊട്ടൻഷ്യൽ എക്സെട്ര. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിലറി വേർബ്സ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദേ ക്യാൻ ഷോ എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷകൾ പറയുന്നത്, പ്രോബബിലിറ്റി സാധ്യതകൾ, അതുപോലെ ഒബ്ലിഗേഷൻ നിർബന്ധിതമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് യു മസ്റ്റ് ഡു, യു ഷുഡ് എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്, ഓക്സിലറീസിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ദാറ്റ് വി വിൽ ബി ഡിസ്കസിങ് ലേറ്റർ. ആൻഡ് പൊട്ടൻഷ്യൽ, ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനും ഓക്സിലറി വേർബ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദി യൂസസ് ഓഫ് ഓക്സിലറി വേർബ്സ്. ആൻഡ് റിമെമ്പർ ഇറ്റ് ഈസ് ദി ഹെൽപ്പിംഗ് വേർബ്, അതായത് മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യുന്ന വേർബ്സ് ആണ് ഓക്സിലറി വേർബ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ് ദി ഓക്സിലറി വേർബ്സ്. ഓക്സിലറി വേർബ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വൺ ഈസ് പ്രൈമറി ഓക്സിലറീസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് മോഡൽ ഓക്സിലറീസ്. പ്രൈമറി ഓക്സിലറി ആൻഡ് മോഡൽ ഓക്സിലറി ആയിട്ടാണ് ഈ ഓക്സിലറീസിനെ തിരിച്ചിട്ടുള്ളത്. ആൻഡ് പ്രൈമറി ഓക്സിലറീസ് ഓൾസോ കോൾ പ്രൈമറി ഹെൽപ്പിംഗ് വേർബ്സ് ആൻഡ് മോഡൽ ഹെൽപ്പിംഗ് വേർബ്സ് എന്നുള്ള രീതിയിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ദീസ് ആർ ദ ടു ഗ്രൂപ്പ്സ് ഓഫ് auxiliaries. Generally it is divided into two, that are primary auxiliaries and model auxiliaries. So let's look at the primary helping verbs or primary auxiliaries, and they are called primary because they can help main verbs or they can actually be the main verb. Okay, ഇതാണ് നേരത്തെ പറഞ്ഞത്, they are called primary. അത് പ്രൈമറി എന്ന് വിളിക്കാൻ കാരണമാണ് പറയുന്നത് ബിക്കോസ് ദേ ക്യാൻ ഹെൽപ്പ് മെയിൻ വേർബ്സ്. നേരത്തെ പറഞ്ഞു ദിസ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഓക്സിലറി വേർബ്, അതായത് ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത് മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യാനാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അത് ചെയ്യുന്നതിന് പുറമെ, അതിൻ്റെ പുറമെ ദേ ക്യാൻ ആക്ച്വലി ബി ദി മെയിൻ വേർബ്. അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് പുറമെ ദേ ക്യാൻ ആക്ച്വലി ബി ദി മെയിൻ വേർബ് ആയിട്ടും, ഒരു സെൻറ്റൻസിലെ മെയിൻ വേർബ് ആയിട്ടും ഈ എന്താണ് ഓക്സിലറീസ്, പ്രൈമറി ഓക്സിലറീസ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് പ്രൈമറി ഹെൽപ്പിംഗ് വേർബ്സ് ഓർ പ്രൈമറി ഓക്സിലറീസ്. ഓക്കെ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഹീ ഈസ് എ ഡോക്ടർ, അവിടെ ഈസ് എന്താണ്, ഈ ഈസ് അവിടെ മെയിൻ വേർബായിട്ടാണ് വരുന്നത്. ഓക്കെ, ആൻഡ് അനദർ എക്സാമ്പിൾ ഐ ഹാവ് എ കാർ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഹാവ് എന്താണ്, ഒരു മെയിൻ വേർബായിട്ടാണ് വരുന്നത്, അവിടെ ഓക്സിലറി അല്ല. ഓക്കെ, ആൻഡ് ഷീ ഹാസ് എ പെൻ എന്ന് പറയുന്ന സമയത്ത് ഹാസ് അവിടെ മെയിൻ വേർബായിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് these verbs, these primary helping verbs are മെയിൻ വേർബ്സ് ഓഫ് ദി സെൻറ്റൻസ്. അവിടെ സെൻറ്റൻസിൻ്റെ മെയിൻ വേർബായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ വേർബായിട്ടും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹെൽപ്പിംഗ് വേർബായിട്ടും വരുന്നത് കൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് ദി പ്രൈമറി ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻഡ് ദീസ് ആർ ദി പ്രൈമറി ഓക്സിലറീസ്. ബി, ഡു
ആൻഡ് ഹാവ്. ഓക്കെ, ഈ ബീൻ്റെ ഡിഫറെൻറ്റ് ഫോംസും ഡൂവിൻ്റെ ഡിഫറെൻറ്റ് ഫോംസും ഈ ഹാവിൻ്റെ ഡിഫറെൻറ്റ് ഫോംസും ആണ് പ്രൈമറി ഓക്സിലറീസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് ബീൻ്റെ ഫോംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആം, ഈസ്, ആർ അക്കോർഡിംഗ് ടു ദ സബ്ജക്റ്റ്. ഈ സെൻറ്റൻസിൽ ടെൻസിലൊക്കെ സബ്ജക്റ്റിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരും. ഐ ആകുന്ന ഐൻ്റെ കൂടെ ആം, ഹി ആകുമ്പോൾ ഈസ്, ദേ അല്ലെങ്കിൽ പ്ലൂരൽ ഇതൊക്കെ ആകുന്ന സമയത്ത് ആർ, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അതുപോലെ അതിൻ്റെ പാസ്റ്റ് ടെൻസാണ് വാസ് ഓർ വേർ. പാസ്റ്റിൽ വരുന്നതാണ് വാസ് ഓർ വേർ. ഓക്കെ, അതായത് ആം, ഈസ്, ആർ will be changed into was, were. Okay, and ഡൂൻ്റെതാണ് ഡു, ഡസ് ആൻഡ് പാസ്റ്റ് ആണ് ഡിഡ്. ഓക്കെ, ഡു, ഡസ്, ഇതും ഡു വരുന്നത് അയ്യോ അല്ലെങ്കിൽ എന്താണ് പ്ലൂരൽ വരുന്ന സമയത്ത് ഡു വരും. ഡസ് തേർഡ് പേഴ്സൺ സിംഗുലർ ആകുമ്പോൾ ഡസ് വരും. ഓക്കെ, അതിൻ്റെ പാസ്റ്റ് ഏതായാലും ഡിഡ് വരും. ഓക്കെ, അതുപോലെ ഹാവിൻ്റെതാണ് ഹാവ്, ഹാസ്. ഹാവും ഹാസും അതും സബ്ജക്റ്റിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ്. ഹാവ്, ഹാസ് അത് രണ്ടും പാസ്റ്റിലാവുമ്പോൾ ഹാഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി പ്രൈമറി ഓക്സിലറീസ് ഓർ പ്രൈമറി ഹെൽപ്പിംഗ് വേർബ്സ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക. ബീൻ്റെ ഡിഫറെൻറ്റ് ഫോംസ്, ഡു ആൻഡ് ഇറ്റ്സ് ഫോംസ്, ആൻഡ് ഹാവ് ആൻഡ് ഇറ്റ്സ് ഫോംസ്. ഹാവിൻ്റെയും ഡൂവിൻ്റെയും ബീൻ്റെയും ഡിഫറെൻറ്റ് ഫോംസ് ആണ്. അപ്പോൾ ബീൻ്റെ ഫോംസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആം, ഈസ്, ആർ, വാസ്, വർ. ഡൂൻ്റെതാണ് ഡു, ഡസ്, ഡിഡ്. ഹാവിൻ്റെത് ഹാവ്, ഹാസ്, ഹാഡ്. ഓക്കെ, അപ്പോൾ ടെൻസിൽ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് സെൻറ്റൻസ് എഴുതുന്ന സമയത്തൊക്കെ സബ്ജക്റ്റിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഓരോ ടെൻസിൽ വരുന്നതിനനുസരിച്ചും ഇതിന് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ടെൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ ദീസ് ആർ കോൾഡ് ദി പ്രൈമറി ഓക്സിലറീസ് ഓർ പ്രൈമറി ഹെൽപ്പിംഗ് വേർബ്സ്. So let's have a look at the use of each auxiliaries. First one, use of be and its form. Be and forms in the use ആണ് പറയുന്നത്. It is used to form continuous tenses and passive voices. Continuous tense passive voiceും ഫോം ചെയ്യാനാണ് ബി അതിൻ്റെ ഫോമും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ പാസ്റ്റിലേതാവാം, പ്രസൻറ്റിലേതാവാം, ഫ്യൂച്ചറിലേതാവാം. ഏത് ടെൻസിൻ്റെയും കണ്ടിന്യൂസ് ഫോം യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഓക്സിലറീസ് ആണ് വരുന്നത്. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ആം, ഈസ്, ആ വരുന്നുണ്ട്. പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ വാസ് ഓർ വേർ വരുന്നുണ്ട്. ഓക്കെ, യെസ്. അതുപോലെ ഷീ ഈസ് റീഡിങ് എ ബുക്ക്. ഇവിടെ എന്താണ്, ദിസ് ഈസ് എക്സാമ്പിൾ ഓഫ് എ കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് ആണ്, പ്രസൻറ്റ് കണ്ടിന്യൂസിന് എക്സാമ്പിളാണ് ഷീ ഈസ് റീഡിങ് എ ബുക്ക്. ഇവിടെ ഈസ് റീഡിങ് ആണ് അവിടെ ടെൻസ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അവിടെ റീഡിങ് എന്നുള്ള മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇവിടെ ഈസ്. ഷീ ഈസ് റീഡിങ് എ ബുക്ക്. അപ്പോൾ കണ്ടിന്യൂസ് ടെൻസ് ഫോം ചെയ്യാൻ ബീൻ്റെ ഫോംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഷീ ആയതുകൊണ്ട് ഈസ് യൂസ് ചെയ്തു. സബ്ജക്റ്റിനനുസരിച്ച് അവിടെ മാറ്റങ്ങൾ വരും. ഇനി ഇത് പാസ്റ്റ് ആവുകയാണെങ്കിൽ ഷീ വാസ് റീഡിങ് എ ബുക്ക്. അവിടെ ഈസ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു വാസ്. പാസ്റ്റ് ആയതുകൊണ്ട് ഈസ് വാസിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ ഏത് ടെൻസിൻ്റെയും കണ്ടിന്യൂസിൽ ഈ ബീൻ്റെ ഫോംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫോം കണ്ടിന്യൂസ് ടെൻസ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫോം പാസീവ് വോയിസസ്. സെൻറ്റൻസിൻ്റെ ആക്റ്റീവും പാസീവും വോയിസസ് ഉണ്ട്. പാസീവ് വോയിസ് ആകുന്ന സമയത്ത് അവിടെ ആ ഒരു ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, ദ സ്നേക്ക് വാസ് കിൽഡ് എന്ന് പറഞ്ഞു. അത് പാസീവാണ്. ആക്ച്വലി അതിൻ്റെ ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞത് സംബഡി കിൽഡ് ദ സ്നേക്ക്. ആരോ സ്നേക്കിനെ കൊന്നു. അവിടെ ഇമ്പോർട്ടൻസ് സ്നേക്കിന് കൊടുക്കുമ്പോൾ എന്താകുന്നു, അത് പാസീവ് വോയിസ് ആയിരുന്നു. ഓക്കെ, സോ ഒബ്ജക്റ്റ് വിൽ കം ഫസ്റ്റ് ഇൻ ദി പാസീവ് വോയിസ്. അപ്പോൾ ഇവിടെ ദേ വർ അറ്റാക്ഡ് ബൈ ദി ടെററിസ്റ്റ്. അവിടെ ദേ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അത് ഇവിടെ എന്താ ചെയ്തു, മെയിനായിട്ട് വരുന്നു, സബ്ജക്റ്റ് പൊസിഷനിൽ വരുന്നു. ദേ വർ അറ്റാക്ഡ്. അപ്പോൾ അവർ അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. വർ അറ്റാക്ഡ്. ഓക്കെ, അവിടെ വേർ എന്നുള്ളത് എന്താണ്, ഓക്സിലറി ആണ്. ഓക്കെ, അറ്റാക്ക് എന്നുള്ളതാണ് മെയിൻ വേർബ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദേ വർ അറ്റാക്ഡ് ബൈ ദി ടെററിസ്റ്റ്. അവിടെ ടെററിസ്റ്റ് ഇവർ അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ടെററിസ്റ്റ് അറ്റാക്ഡ് ദം എന്നാണ് ആക്റ്റീവ് വോയിസ് വരിക. ഓക്കെ, സോ ഇങ്ങനെ പാസീവ് ആയിട്ട് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഓക്സിലറീസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ വേറാണ് വരുന്നത് ദേ ആയതുകൊണ്ട്. ഓക്കെ, ദെൻ ഹി ആണെങ്കിൽ വാസ് വരും. ഓക്കെ, അല്ലെങ്കിൽ അതുപോലെ സബ്ജക്റ്റിനനുസരിച്ച് ഈ രീതിയിൽ മാറ്റങ്ങൾ. സോ ബി ഈസ് യൂസ്ഡ് ടു ഫോം കണ്ടിന്യൂസ് ടെൻസ് ആൻഡ് പാസീവ് വോയിസ്. കണ്ടിന്യൂസ് ടെൻസും പാസീവ് വോയിസും ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. Now let's have a look at do and its forms.
ഡു അതിൻ്റെ ഫോംസ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എംഫസൈസ് ആൻഡ് ടു മേക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ടു ഫോം നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ ഒരു കോണ്ടെക്സ്റ്റുകളിലാണ് ഡൂവും അതിൻ്റെ ഫോംസും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡു, ഡസ് ആൻഡ് ഡിഡ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദി എക്സാമ്പിൾ. ഹി ഡിഡ് ലുക്ക് ടയേർഡ്. ഇവിടെ എന്താണ്? ഡിഡ് ലുക്ക് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ലുക്ക് എന്നുള്ളത് എന്താണ്? വേർബും അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഓക്സിലറി ആയിട്ട് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബായിട്ട് ഡിഡും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഡ് എന്നുള്ളത് ദിസ് ഷോസ് ദി എംഫസൈസ് ഹിയർ. എംഫസൈസ് ചെയ്ത് പറയാണ്, അതായത് വളരെയധികം ടയേർഡ് ആണ് എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നതാണ് ഡിഡ് എന്നുള്ളത് യൂസ് ചെയ്തിട്ട് ഡിഡ് ലുക്ക്. ഓക്കെ, അതുപോലെ വേറെയും ഇറ്റ് ഡസ് മാറ്റർ എന്നൊക്കെ പറയാം. ഇറ്റ് ഡസ് മാറ്റർ, ഡസ് അതുപോലെ മാറ്റർ എന്ന് പറയുമ്പോൾ ഡസ് മാറ്റർ എന്നുള്ള വേർബിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ എംഫസൈസ് ആണ് കാണിക്കുന്നത്. അതുപോലെ ടു മേക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ഡു യു വാണ്ട് എ കപ്പ് ഓഫ് ടീ എന്ന് ചോദിക്കുന്നുണ്ട്. ദിസ് എ ക്വസ്റ്റ്യൻ. ഡു യു വാണ്ട് എ കപ്പ് ഓഫ് ടീ, ദിസ് എ ക്വസ്റ്റ്യൻ. ആൻഡ് ഹിയർ ഡു യു വാണ്ട് എ കപ്പ് ഓഫ് ടീ, ഡു ഓക്സിലറി ആൻഡ് വാണ്ട് ഈസ് ദി മെയിൻ വേർബ്. അവിടെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ടു മേക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഓക്സിലറി ഡു അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡു യു വോണ്ട് എ കപ്പ് ഓഫ് ടീ, ഡു വോണ്ട് എന്നുള്ളതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡു ഈസ് ദി ഓക്സിലറി ദാറ്റ് ഈസ് യൂസ്ഡ് ടു കൺസ്ട്രക്ട് എ ക്വസ്റ്റ്യൻ ഹിയർ. ഇവിടെ ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡു യൂസ് ചെയ്തത്. ഡു അതുപോലെ തന്നെ ഇത് പ്രസൻ്റ് ആയതുകൊണ്ട് ഡു വന്നു, പാസ്റ്റ് ആണെങ്കിൽ ഡിഡ് വരും, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ യു സബ്ജക്റ്റ് മാറിയിട്ട് ഷി ആണെങ്കിൽ ഇവിടെ ഡസ് വരും. ഓക്കെ, ഓർ ഹി ആണെങ്കിൽ ഡസ് വരും. അതിന് ടെൻസിനനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡു ആൻഡ് ഇറ്റ്സ് ഫോംസ് ആർ യൂസ്ഡ്. ഓക്കെ, ഡു യു വാണ്ട് എ കപ്പ് ഓഫ് ടീ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് I don't like ice cream. Here it is used to show negative statement. Negative statement ആണ്. I don't, do not ആണ് don't. അതുപോലെ don't like. അപ്പോൾ do not like ice cream. അപ്പം don't അതിൻ്റെ നെഗറ്റീവ് ഫോമാണ് do not എന്ന് പറയുമ്പോൾ don't. Okay, so I don't like ice cream. Here it is in negative statement. ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് നെഗറ്റീവ് ആക്കുന്ന സമയത്ത് വി ജസ്റ്റ് ആഡ് നോട്ട്. ടെൻസ് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം ഇവിടെ എന്താണ്? നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടും ഡു ആൻഡ് ഇറ്റ്സ് ഫോംസ് ആർ യൂസ്ഡ്. അതുപോലെ പാസ്റ്റ് ആകുന്ന സമയത്ത് ഡോണ്ട് എന്നുള്ളത് ഡിഡിൻ്റെ ആകും. സബ്ജക്റ്റ് പ്രസൻറ്റിൽ സബ്ജക്റ്റ് മാറുമ്പോൾ ഹി ആകുന്ന സമയത്ത് ഡസിൻ്റ്, ഷി ആകുന്ന സമയത്ത് ഡസിൻ്റ്, ആ രീതിയിലേക്ക് മാറും. ഓക്കെ, സോ ഡു ഈസ് യൂസ്ഡ് ടു emphasize something or to make question or to form negative statements. Okay, these are the uses of the primary auxiliaries do and its forms. Okay, and the next one is have and its different forms. അതായത് have, has, had അതിൻ്റെ യൂസസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് പെർഫെക്റ്റ് ടെൻസസ്. ആക്ച്വലി ഹാവ് അത് യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ടെൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പെർഫെക്റ്റ് ടെൻസ് അറിയാം, പ്രസൻറ്റിൻ്റെ പെർഫെക്റ്റ് വരുന്നുണ്ട്, അതുപോലെ പാസ്റ്റിൻ്റെ പെർഫെക്റ്റ്, ഫ്യൂച്ചറിൻ്റെ പെർഫെക്റ്റ്, അങ്ങനെ ഏത് ടെൻസിൻ്റെയും പെർഫെക്റ്റ് ടെൻസിൻ്റെ ആ ഫോമിൽ ഈ ഹാവ് അതിൻ്റെ ഫോംസാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഐ ഹാവ് വിസിറ്റഡ് ഹിം. ഇവിടെ ഹാവ് വിസിറ്റഡ് എന്ന് പറയുമ്പോൾ ഹാവ് ഇവിടെ എന്താണ്? ഓക്സിലറി ആണ്. ആൻഡ് ദ മെയിൻ വേർബ് ഈസ് വിസിറ്റഡ് ആണ് അവിടെ ലെക്സിക്കൽ വേർബ് അല്ലെങ്കിൽ മെയിൻ വേർബ് ആയിട്ട് വരുന്നത്. ഓക്കെ, ആ മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യുന്ന ഓക്സിലറി ആണ്, പ്രൈമറി ഓക്സിലറി ആണ് ഇവിടെ ഇത് ഹാവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഹാവ് വിസിറ്റഡ് ഹിം അതെന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അത് പാസ്റ്റിലേക്ക് മാറ്റുമ്പം ഐ ഹാഡ് വിസിറ്റഡ് ഹിം ഹാഡ് ആവും. ഹാവ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ഹാഡ്. അതെന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ പെർഫെക്റ്റ് ടെൻസിലാണ് എന്ത് ചെയ്യുന്നത്? ഹാവ്, ഹാസ്, അതുപോലെ ഹാഡ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാസിൻ്റെ ഒരു എക്സാമ്പിളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഷി ഹാസ് റിട്ടൺ എ പോയം. ഇവിടെ ഷി ഹാസ് റിട്ടൺ എ പോയം എന്ന് പറയുന്ന സമയത്ത് ഹാസ് റിട്ടൺ, അവിടെ ഷി ആയതുകൊണ്ട് ഹാസ് വരുന്നു. ആ റിട്ടൺ V3 ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഷി ഹാസ് റിട്ടൺ, ഇതാണ് മെയിൻ വേർബ്. റിട്ടൺ എന്നുള്ള അതിനെ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന വേർബാണ് ഓക്സിലറി ആയിട്ട് ഇവിടെ വരുന്നത്. ദാറ്റ് ഈസ് ഹാസ്. ഓക്കെ, ഷി ഹാസ് റിട്ടൺ എ പോം എന്ന് പറയുമ്പോൾ. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് പെർഫെക്റ്റ് ടെൻസസ്. പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാനാണ്, ക്രിയേറ്റ് ചെയ്യാനാണ് ഹാവ് ആൻഡ് ഇറ്റ്സ് ഫോംസ് ആർ used.
ഓക്കെ, അത് മനസ്സിലാക്കുക. സോ ദീസ് ആർ ദി primary auxiliaries in English. So these are the primary auxiliaries or primary helping verbs in English. അതായത് be, do and have and their different forms. beൻ്റെയും doൻ്റെയും haveൻ്റെയും different forms. അതായത് beയുടെ am, is, are, was, were, doൻ്റെ do, does, did, haveൻ്റെ have, has, had. Okay, these are the primary auxiliaries in English. It is also called primary helping verbs. അപ്പോൾ auxiliary എന്താണ്? auxiliary it is also called helping verb and it is divided into two: primary auxiliaries and model auxiliaries. അതിൽ primary auxiliaries ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐ ഹോപ്പ് all of you understood, and we'll be discussing the model auxiliaries in the next class on the next session. And thank you very much for watching. Thank you very much for listening to me. Thank you.